നമസ്കാരം. ആകാശമെന്നും അത്ഭുതങ്ങളുടെ കേന്ദ്രമാണ്. ഭൂമിയുടെ ഉപരിതലത്തിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന ശൂന്യ സ്ഥലത്തെയാണ് ആകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആകാശത്തിലാണ് നക്ഷത്രങ്ങൾ കാണുന്നത് എന്ന് പറയാറുണ്ടെങ്കിലും വസ്തുതാപരമായി ഇത് ശരിയല്ല. കാരണം ആകാശം എന്നുള്ളത് സങ്കല്പാടിസ്ഥാനത്തിൽ പറയുന്ന പദമാണ്. മനുഷ്യന്റെ ദൈവസങ്കല്പങ്ങൾ കണക്കാക്കുമ്പോൾ ആകാശത്തിന് സുപ്രധാനമായ പങ്കാണുള്ളത്. ആകാശത്തെ ഇടിമിന്നലായിരുന്നു അവൻ്റെ ആദ്യ ദൈവസങ്കല്പമെന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഗുഹാചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നും ആകാശത്തെ പ്രതിഭാസങ്ങൾ നമ്മളിൽ ജിജ്ഞാസ ഉണർത്തുന്നുണ്ട്. ഉൽക്കാവർഷം പോലുള്ള പല പ്രതിഭാസങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട്. പലപ്പോഴും ഇവ എഡിറ്റ് ചെയ്ത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന വീഡിയോകളാകാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ചില ഭാഗങ്ങളിൽ ഉൽക്കാവർഷം എന്ന പേരിൽ ആകാശത്ത് നീല വെളിച്ചം വിതറി കടന്നു പോകുന്ന ഒരു വസ്തുവിൻ്റെ വീഡിയോ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ എടുത്തു പറയേണ്ട കാര്യമെന്നത് ഇത് വ്യാജമായി സൃഷ്ടിക്കപ്പെട്ട വീഡിയോ അല്ല എന്നതാണ്. പ്രാദേശിക സമയം രാത്രി 11:30 പോർച്ചുഗലിൽ ആകാശം നീലയും പച്ചയും നിറത്തിലായത്. പോർച്ചുഗലിലെ ബാഴ്സലോസ, പോർട്ടോ എന്നീ നഗരങ്ങളിലെ ആകാശ ദൃശ്യമാണ് സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നത്. അപൂർവ ആകാശക്കാഴ്ചയുടെ വിവരം അറിയിക്കാൻ പലരും എമർജൻസി സർവീസുമായി ബന്ധപ്പെട്ടെന്ന് മാഡ്രിഡിലെ സ്പാനിഷ് എമർജൻസി സർവീസ് വക്താവ് പ്രതികരിച്ചു. പക്ഷേ ഇത് ആളുകൾ കരുതുന്നത് പോലെ ഉൽക്കാവർഷമായിരുന്നില്ല എന്നാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ കണ്ടെത്തൽ. മറിച്ച് ധൂമകേതു അഥവാ വാൽ നക്ഷത്രമാണ് ആകാശത്ത് നീലനിറം പടർത്തിയതെന്ന് ഏജൻസിയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അറ്റ്ലാന്റിക്കിന് മുകളിൽ കത്തിത്തീരുന്നതിന് മുൻപ് ധൂമകേതു സ്പെയിനിനും പോർച്ചുഗലിനും മുകളിലായി സെക്കൻഡിൽ 45 കിലോമീറ്റർ വേഗതയിൽ പറന്നുവെന്നാണ് ബഹിരാകാശ ഏജൻസിയുടെ കണ്ടെത്തൽ. സ്പെയിനിലെ കാലർ ഓൾഡോ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രവും ധൂമകേതു സാന്നിധ്യം പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്.